നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും J2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരു വിഷു ദിന ആശംസകൾ നേരുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. രണ്ട് സിനിമകളുടെ ആവേശം, വർഷങ്ങൾക്ക് ശേഷം സിനിമകളുടെ ഇന്ന് ഞായറാഴ്ചയാണ്, വിഷുദിനമാണ്. ഏവി പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഈ രണ്ട് സിനിമകളും കട്ടയ്ക്ക് കട്ട മത്സരത്തിൽ ഹെവി ബുക്കിംഗ് നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബുക്കിംഗ് നിലവാരം കേരളത്തിൽ ഒട്ടാകെയും ഇന്ത്യക്ക് അകത്തുള്ള എല്ലാ ബുക്കിംഗ് നിലവാരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതുകൂടാതെ ഇന്ന് എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു പ്രൊഡിക്ഷനും, അതുകൂടാതെ ഇന്നലെ വരെ കളക്ഷനായിട്ട് ഒഫീഷ്യലായിട്ട് എത്ര രൂപ കളക്ഷൻ വന്നെന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. അതായത് എത്ര കോടി വരെ ഇന്നത്തെ ദിവസം ഈ വിഷു ദിനത്തിൽ ഈ സിനിമകളൊക്കെ കളക്ഷനായിട്ട് നേടും, ഇത് 100 കോടി രണ്ട് സിനിമ അടിക്കാൻ സാധ്യതയുണ്ടോ, അത്തരത്തിലൊക്കെ ഉള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് എത്തിയതിനെ വളരെ സന്തോഷമായേനെ. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സിനിമകളും കട്ടയ്ക്ക് കട്ട മത്സരത്തിലുള്ള ബുക്കിംഗ് ആണ് കൊച്ചി സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷോ ഫാസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്നത് കാണുന്നത് കൊച്ചി സിറ്റിയിലാണ്. 100 ഷോ വീതം ഫാസ്റ്റ് ഫീഡിങ് ആണ് ഈ രണ്ട് സിനിമകൾക്കും കാണുന്നത്. അതായത് ഹെവി പോസിറ്റീവ് ബുക്കിംഗ് ആണ് നമുക്ക് ആ കൊച്ചി സിറ്റിയിൽ കട്ട മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തിയേറ്ററുകാർ കുറച്ച് കുഴയാനുള്ള സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി തിരക്കാണ്, ജനത്തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത രീതിയിൽ വിഷുദിനം കൊച്ചി സിറ്റിയിൽ മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സിറ്റിയിലാണ് രണ്ട് സിനിമയും കൊച്ചി സിറ്റിയിലെ പോലെ തന്നെ 75 ഷോ വീതമാണ് ഈ രണ്ട് സിനിമകൾക്കും ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. ഒരു രക്ഷയുമില്ല, മാരക മുന്നേറ്റം തന്നെയാണെന്ന് പറയാം. കാരണം ട്രിവാൻഡ്രം സിറ്റി സാധാരണ എത്ര പോസിറ്റീവ് അഭിപ്രായം വന്നാലും ഒരു 50-60 ഷോ ഒക്കെയാണ് ഫാസ്റ്റ് ഫീഡിങ് കാണാറുള്ളത്. പക്ഷേ ഇതിന് വേറെ ലെവൽ എക്സ്പീരിയൻസ്, ഒരു വേറെ ലെവൽ ബുക്കിംഗ് തന്നെ, ജനപ്രളയം തന്നെ. 75 ഷോ വീതം ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് ഈ രണ്ട് സിനിമകൾക്കും ട്രിവാൻഡ്രം സിറ്റിയിൽ കാണുന്നുണ്ട്. പിന്നെ കോഴിക്കോട് വരുമ്പം അല്പം എഡ്ജ് കൂടുതൽ ആവേശം സിനിമയ്ക്കാണ്. 50 ഷോകളാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കാവട്ടെ 37 ഷോ മാത്രമാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. പിന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 40 ഷോകളാണ് ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് ഫീഡിങ് എങ്കിൽ 35 ഷോ മാത്രമാണ്. 5 ഷോ കുറവ്. വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ഷോ കൗണ്ട് കുറയുന്നുണ്ട് ഫാസ്റ്റ് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ. കൊല്ലത്ത് വരുമ്പോൾ 35 ഷോകളാണ് ഫാസ്റ്റ് ഫീഡിങ് ആവേശം സിനിമയ്ക്ക് എങ്കിൽ 10 ഷോ കുറഞ്ഞ് 25 ഷോ മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കുള്ള ബുക്കിംഗ് ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. രണ്ട് സിനിമകൾക്കും 25 ഷോ വീതമാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. അതായത് കട്ടയ്ക്ക് കട്ട മത്സരം ആലപ്പുഴയിൽ നടക്കുന്നെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലക്കാടോട്ട് വന്നു കഴിഞ്ഞാലോ 9 ഷോ ആണ് ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് 15 ഷോ ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുണ്ട്. അവിടെ അല്പം എഡ്ജ് കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം കൈക്കലാക്കി എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇച്ചിരി അല്പം തട്ട് പൊങ്ങി നിൽക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കാണ് പാലക്കാട്. അതേസമയം കോട്ടയത്താണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. 8 ഷോയാണ് ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് ഫീഡിങ് എങ്കിൽ വർഷശേഷം സിനിമയ്ക്ക് 11 ഷോയാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. പത്തനംതിട്ടയിലാണെങ്കിൽ 8 ഷോ വീതം രണ്ട് സിനിമകൾക്കും ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുണ്ട്. കേരളം ഒട്ടാകെ ഉള്ളൊരു കണക്ക് നോക്കുമ്പോൾ 440 ഷോയിലധികമാണ് ബാക്കി എല്ലാ, അതായത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, ഇനിയിപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലും ചെറു പട്ടണങ്ങളിലും എല്ലാം കൂടെ നോക്കുമ്പോൾ 440 ഷോയോളമാണ് ഫാസ്റ്റ് ഫീഡിങ് ഇപ്പം നിലവിൽ തന്നെ ഈ 10-12 മണി സമയത്ത് തന്നെ നമുക്ക് ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ആവേശം സിനിമയ്ക്ക് 440 എങ്കിൽ 40 ഷോ കുറഞ്ഞ് 400 ഷോയാണ് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ ഫാസ്റ്റ് ഫീഡിങ് കേരളം ഒട്ടാകെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ റേഞ്ച് വേറെ ലെവലിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പം ഈ ഫാസ്റ്റ് ഫീഡിങ്ങിൻ്റെ കൗണ്ടൊക്കെ ഒരുപാട് കൂടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള കനത്ത ബുക്കിങ്ങിൽ എന്തായാലും ഇന്ന് ചരിത്രം തിരുത്തി എഴുതാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് ഈ രണ്ട് സിനിമകളും കൂടെ ഇന്നൊരു 10-27 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ എല്ലാം കൂടെ നേടാൻ സാധ്യതയുണ്ട്. ആടുജീവിതം, ഇത് മലയാള സിനിമകളെല്ലാം കൂടെ നോക്കുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് മലയാള സിനിമകളുടെ ഒരു ചാകര ദിവസമായിട്ട് മാറി മൊത്തം ഒരു 35 കോടി രൂപയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. 35 കോടി ഒരു ദിവസം മലയാള സിനിമകളെല്ലാം കൂടെ നേടുക പറഞ്ഞാൽ എന്താ അല്ലേ, സ്വപ്നം തുല്യമായിട്ടുള്ള നേട്ടത്തിലേക്ക് ചിലപ്പോൾ ഇന്നത്തെ കളക്ഷനോടുകൂടി എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എത്തുവാണെങ്കിൽ നാളെ അത് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും തന്നെ കേരളത്തിന് പുറത്തും ഒട്ടും മോശമല്ല. മുംബൈ സിറ്റിയിലാണെങ്കിൽ 7 ഷോകളാണ് ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. അതിനേക്കാൾ ചെറിയൊരു മുന്നേറ്റം അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് കാണുന്നുണ്ട്. 10 ഷോയാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. ഡൽഹിയിൽ 7 ഷോ വീതം രണ്ട് സിനിമകൾക്കും ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുണ്ട്. ഹൈദരാബാദിൽ 10 ഷോയാണ് ആവേശം സിനിമയ്ക്കെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് 6 ഷോ മാത്രമാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. 25 ഷോയോളമാണ് ചെന്നൈ സിറ്റിയിൽ ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് ഫീഡിങ് എങ്കിൽ 20 ഷോയാണ്
വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് അവിടെ ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ 40 ഷോയോളം ഉണ്ട് ഫാസ്റ്റ് ഫീഡിങ്. ഇന്ന് ഒരു സൂപ്പർ സൺഡേ ആയിട്ട് തന്നെ മാറി എന്നുള്ളതാണ്. വിഷു അവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ സിനിമകൾ കാണാനായിട്ട്. 32 ഷോയോളമാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കും ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. അതായത് കേരളത്തിന് പുറത്ത് 120 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ്, ബാക്കി ഈ പറയുന്ന എല്ലാ സംസ്ഥാനത്തും കൂടെ ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് ആവേശം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് 100 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു ഫാസ്റ്റ് ഫീഡിങ് കൗണ്ട് നോക്കുമ്പോൾ 560 ഷോയോളമാണ്. 560 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ആവേശം സിനിമ നിലവിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. 500 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ആവേശം വർഷങ്ങൾക്ക് ശേഷം സിനിമയും സ്വന്തമാക്കിയിരിക്കും. എന്തായാലും തന്നെ ഈ രണ്ട് സിനിമകളും ഒന്നിനൊന്ന് കട്ടയ്ക്ക് കട്ട മത്സരം തന്നെ. തിയേറ്ററുകളിൽ ആളുകൾ ജനപ്രളയം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവേശം സിനിമ ഓപ്പണിംഗ് ആഴ്ച ദിവസം 3ാമത്തെ ദിവസം നേടിയത് 4,35,00,000 രൂപയാണ്. മൊത്തം 11 കോടി രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോടുകൂടി കേരള കളക്ഷൻ എത്തിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് കർണാടകയിൽ 43 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി 1,16,00,000 രൂപ 3 ദിവസത്തെ കളക്ഷൻ എത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ 25 ലക്ഷം രൂപയോളാണ് ഇന്നലെ ശനിയാഴ്ച കളക്ഷൻ വന്നത്. 67 ലക്ഷം രൂപ മൊത്തത്തിലുള്ള കളക്ഷൻ എത്തിയിരിക്കുകയാണ്. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടി, ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ കൂടാതെ ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 15 ലക്ഷം രൂപയോളാണ് ഇന്നലെ കളക്ഷൻ നേടിയത്. മൊത്തത്തിൽ 40 ലക്ഷം രൂപ കളക്ഷൻ ആയിരിക്കുകയാണ് 3 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. ഇന്നലെ ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷൻ 5,18,00,000 രൂപയാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നും ഈ 3 ദിവസം കൊണ്ട് കളക്ഷനായിട്ട് നേടിയത് 13,23,00,000 രൂപയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒഫീഷ്യലായിട്ട് പുറത്തു വന്ന കണക്ക് പ്രകാരം വിദേശ രാജ്യത്ത് 7,10,00,000 രൂപ ഇന്നലെ കളക്ഷൻ നേടി. ഓപ്പണിംഗ് ഡേയിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയായിരുന്നു വിദേശ രാജ്യത്തെ കളക്ഷൻ മുന്നിൽ നിന്നതെങ്കിൽ ഇപ്പോൾ അതെല്ലാം തകിടം മറിച്ച് ആവേശം സിനിമ 1ാം സ്ഥാനത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 7,30,00,000 രൂപയുടെ ഒരു വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിദേശത്ത് മൊത്തം 20,35,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് തൂക്കിയിരിക്കുന്നത്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെ 12,25,00,000 രൂപയാണ് ആവേശം സിനിമ തൂക്കിയത്. മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ 3 ദിവസത്തെ 33.5 കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ചരിത്ര മുന്നേറ്റം തന്നെ ഇതിന്റെ കളക്ഷന്റെ കാര്യത്തിലും കാണുമെന്നും നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ 3,65,00,000 രൂപയായിരുന്നു. മൊത്തം 9,40,00,000 രൂപ 3 ദിവസത്തെ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. കർണാടകയിൽ 27 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ഷൻ വന്നത്. തമിഴ്നാട്ടിൽ 15 ലക്ഷം രൂപ കളക്ഷൻ വന്നു. ബാക്കി ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ കൂടാതെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടി ഇന്ത്യയിലെ 17 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നത്. മൊത്തം ഇന്ത്യയിൽ നിന്ന് ഇന്നലെ 4,24,00,000 രൂപ കളക്ഷനായിട്ട് നേടി. മൊത്തത്തിൽ ഇന്ത്യൻ കളക്ഷൻ 3 ദിവസത്തെ 11 കോടി രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോടുകൂടി എത്തിയിരിക്കുകയാണ്. ഇന്നലെ വിദേശ രാജ്യത്ത് 6,80,00,000 രൂപയാണ് കളക്ഷൻ നേടിയത്. മൊത്തം 20 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ 3 ദിവസത്തെ വിദേശ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ 11,85,00,000 രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷൻ വർഷങ്ങൾക്ക് ശേഷം സിനിമ കരസ്ഥമാക്കിയതെങ്കിൽ മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ 3 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 31 കോടി രൂപയിലേക്കും 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് എത്തിയിരിക്കുകയാണ്. ഇത് ഒരു തരംഗമല്ല, ഇത് കൊടും തീ പോലെ, കൊടും കാറ്റ് പോലെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീ പോലെ ഇങ്ങനെ കത്തിപ്പടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തന്നെ ഈ രണ്ട് സിനിമകളും കൂടെ 65 കോടി രൂപയാണ് വെറും 3 ദിവസം കൊണ്ട് തന്നെ തൂക്കിയിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടുകൂടി ചിലപ്പം 100 കോടി രൂപയെങ്കിലും കളക്ഷനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നെന്തായാലും ഇന്നത്തെ ഒരു കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14-14.5 കോടി റേഞ്ചിലുള്ള കളക്ഷൻ ആവേശം സിനിമ കരസ്ഥമാക്കാൻ സാധ്യതയുണ്ട്. 12.5 കോടി രൂപയ്ക്ക് മുകളിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയും കരസ്ഥമാക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കളക്ഷനോടുകൂടി വേൾഡ് വൈഡ് കളക്ഷൻ 48 കോടി രൂപ മുതൽ 49 കോടി രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഒരു കളക്ഷൻ ആവേശം സിനിമ തൂക്കും. വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇന്നത്തെ സൂപ്പർ സൺഡേ ഹാപ്പി വിഷു, ഈ വിഷു ദിനത്തിൽ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ മടങ്ങാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. 43.5 കോടി രൂപ മുതൽ 45 കോടി രൂപ വരെ ഇന്നത്തെ 12.5 കോടി രൂപ മിനിമം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൂടെ കണക്ക് കൂടുമ്പോൾ അത്രയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തന്നെ മാരക മുന്നേറ്റം തന്നെ എന്ന് പറയാം. എന്തായാലും ഒരു ലക്ഷ്യമില്ലാത്ത ഈ ഹാപ്പി വിഷു ദിനത്തിൽ ഹാപ്പി ആയിട്ട് തന്നെ ഈ രണ്ട് സിനിമകൾ തലയെടുപ്പോടുകൂടി മലയാള സിനിമയുടെ ഗജവീരന്മാരായിട്ട് തന്നെ നിൽക്കുന്നു. ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാനില്ലാതെ നെട്ടോട്ടം ഓടുന്നു. അപ്പം ബൈ ബൈ.